നമുക്ക് ആരുടെ ലൈഫിലോ ആൾക്കാരുടെ കരിയറിലോ കയറി ഇടപെടാനോ അതിനകത്ത് അഭിപ്രായം പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് മക്കളെ. ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണ്. എന്റെ നഷ്ടപ്പെട്ടു പോയ 1 കോടിക്ക് വേണ്ടി 3 കോടി വരെ ചെലവാക്കാൻ ഞാൻ തയ്യാറാണ്. അതുപോലത്തെ സാധനമാണ് രേണു സുധിയിലും എനിക്ക് കാണാൻ സാധിക്കുന്നത്. ജീവിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതാണ്, സുധിച്ചേട്ടന് വേണ്ടിയിട്ട്, മറ്റൊന്നുമല്ല, എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ട്, നമ്മുടെ സ്വന്തം മലയാളിക്കരയുടെ സുധിച്ചേട്ടന് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാണ് രേണു സുധ. രേണു സുധയ്ക്ക് വേറെ ഒരു വഴിയുമില്ലാതെ വന്ന സമയത്താണ് രേണു സുധി രംഗത്തോട്ട് ഇറങ്ങി ഈ ഒരു ഫോട്ടോഷൂട്ടും ഈ ഒരു എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത്. അതിനെ പറ്റിയിട്ട് ഞാൻ പറയാൻ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ വേറെ ലെവലിലോട്ട് പോകും. പല വാതിൽക്കൽ പോയി മുട്ടുകയും പല ജോലിക്ക് വേണ്ടി യാചിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടും ഒരു ജോലിയും കിട്ടാതെ വന്നപ്പോൾ ജീവിക്കാൻ വേണ്ടി, അന്നുള്ള അന്നത്തിന് വേണ്ടി ആണ് രേണു സുധി ഇങ്ങനെ ഇറങ്ങി തിരിച്ചതെന്നാണ് രേണു തന്നെ പറയുന്നത്. ഒരുപാട് പേര് പറയുന്നുണ്ട്, നീയൊക്കെ ഇരുന്ന് കൊണയടിക്കാതെ അവർക്ക് ചെലവിന് കൊടുടാ, എന്തിനാട്ടാ ഞങ്ങൾ ചെലവിന് അവർക്ക് കൊട്ടക്കണം എന്നുള്ളൊരു ചോദ്യം. സംഘടനകൾ ചേർന്ന് വീട് വെച്ചു കൊടുത്തു. ഇനി ജോലി മാത്രം കിട്ടാതെ, ആരും ജോലി കൊടുക്കാതെയാണ് രേണു സുധി രംഗത്തിലോട്ട് ഇറങ്ങുന്നത്. ജീവിക്കാൻ വേറെ ഒരു മാർഗവും ഇല്ലാതെ. ഞാനൊരു കാര്യം പറയാം, ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണിത്. അതായത് സ്റ്റാർ മാജിക്കിലെ ഡയറക്ടറായിട്ടുള്ള വ്യക്തി രംഗത്ത് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർക്ക് ജോലി കൊടുക്കാമെന്ന്. എന്നാൽ ആ ജോലി എനിക്ക് വേണ്ടടാ ഡയറക്ടറെ എന്ന് പറഞ്ഞും കൊണ്ട് രേണു ചേച്ചി ഇറങ്ങി അങ്ങ് പോയി. ഇനി രേണു സുധി എന്ന് എപ്പോഴും ഞാൻ പറയാറില്ല, രേണു ചേച്ചി എന്നങ്ങ് പറയും. രേണു ചേച്ചി ഇറങ്ങി അങ്ങ് പോയി. അതെന്താടാ ജോലി കൊടുക്കാന്ന് പറഞ്ഞ് വേണ്ടാതെ പോയത്? എനിക്കതല്ലടാ ഇഷ്ടം. നിങ്ങൾ ഡയറക്ടറും എഞ്ചിനീയറും ഒക്കെ പറയുന്ന പോലെ എനിക്ക് ജോലി എടുക്കാൻ പറ്റത്തില്ല, പണിക്ക് പോകാൻ പറ്റത്തില്ല. എനിക്ക് ഇതാണ് ഇഷ്ടം, ഇതാണ് എൻ്റെ പ്രൊഫഷൻ, ഇതാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ പണിക്ക് പോയി അന്നം തിന്നണം നല്ലായിരുന്നല്ലേ? ഇഷ്ടമുള്ള ജോലി ചെയ്ത് കാശുണ്ടാക്കണം എന്നുള്ളതായിരുന്നു തീരുമാനം. കൊള്ളാം. ഏതായാലും ബെലെ ബേഷ്, എന്തായാലും ഡയറക്ടർ അദ്ദേഹം പറയും, നമുക്കൊന്ന് കേട്ട് നോക്കാം. നമുക്ക് ആരുടെ ലൈഫിലോ ആൾക്കാരുടെ കരിയറിലോ കയറി ഇടപെടാനോ അതിനകത്ത് അഭിപ്രായം പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അവർക്കൊന്നത് ജീവിക്കണം. ജീവിക്കണമെങ്കിൽ പൈസ വേണം. ആക്ച്വലി നമ്മൾ പലയിടത്തുനിന്നും 2-3 ജോലികളൊക്കെ സെറ്റായി കൊടുത്തതായിരുന്നു. അപ്പോൾ അവർ അതിനകത്ത് അൺഫിറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് അതിൽ നിന്ന് ബാക്കൗട്ട് ചെയ്യുകയും പിന്നെ ഈ ഫീൽഡിലേക്ക് പോകുന്നതും. ഇപ്പോൾ വീഡിയോസൊക്കെ വന്ന അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ അറിയില്ല. അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ കണ്ടോണ്ടിരിക്കുകയില്ലേ. ഇനി ഡീറ്റെയിൽ ആയിട്ട് അതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ താങ്ങത്തില്ല, താഴത്തില്ലട. ആ ഒരു സെറ്റപ്പ് ഷോ ഡയറക്ടർ പറയുന്ന കണ്ടല്ലോ, അവർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്നും പറ്റത്തില്ല, എനിക്ക് പണിയെടുക്കാനൊന്നും പറ്റത്തില്ല. നീയൊക്കെ പറയുന്ന പണി ഞാൻ എടുക്കില്ലടാ ഡയറക്ടറെ, അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പണി നടക്കും, എനിക്ക് ഇതാണ് ഇഷ്ടം, ഇതാണ് എൻ്റെ പ്രൊഫഷൻ. ആ ഒരു സെറ്റപ്പിൽ നല്ല അടിപൊളി ഫോട്ടോഷൂട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഫോട്ടോഷൂട്ട് നടത്തിയായിരുന്നു വിഷുവോടനുബന്ധിച്ചിട്ട് ഒരു ഫോട്ടോ കണ്ട് കൊള്ളാം. സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോ എടുത്തതെന്നും കൂടി ഇനി പറയരുത്, ടൈറ്റിലൊന്നും എഴുതി വെക്കരുത്, എല്ലാം എൻ്റെ സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെ ഒരു ഡയലോഗ് അടിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്, എൻ്റെ സുധിച്ചേട്ടാണ്. ഇനി എൻ്റെ സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ് ഞാൻ ഫോട്ടോ എടുക്കുന്നതെന്നൊന്നും പറയല്ല രേണു, താങ്ങത്തില്ല, വയ്യ, അതുകൊണ്ട് താങ്ങാൻ വയ്യ. ഇനി മറ്റൊരു വ്യക്തിയും കൂടി രേണുവിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. സ്വർണ്ണക്കടത്ത് വിഷയവുമായി ബന്ധപ്പെട്ട് വിഷയമായ സ്വപ്ന സുരേഷും രംഗത്ത് വന്നിട്ട് ഇംഗ്ലീഷിൽ ചറപറാന്ന് കുറച്ച് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം. Is this the new 2025 Vishu? Request you to please respect our culture. Boys say no. Mom would kill me if I shot my navel. Kashtam. Please find some other alternative. You are not the one and only widow or divorced. Don't sell your stupidity. Cannot replace Lord Krishna with some word creation. വാവ്, സ്വപ്ന സുരേഷ് ഇംഗ്ലീഷ് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തേലും മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. ഇതിന്റെ മലയാളം തർജ്ജിമ ചെയ്ത് മനോരമ ന്യൂസിൽ വന്നാൽ ഞാനൊന്ന് വായിക്കാം. വിധവയായ ഒരേ ഒരു സ്ത്രീ നിങ്ങൾ മാത്രമല്ല, സംസ്കാരത്തെ ബഹുമാനിക്ക്. രേണുവിനോട് സ്വപ്ന സുരേഷ്. രേണുവിനെ വിമർശിച്ച് സ്വപ്ന സുരേഷ്, സംസ്കാരത്തെ ബഹുമാനിക്ക്, ഇതാണ് 2025 പുതിയ വിഷു. ഭഗവാൻ കൃഷ്ണനെ വിചിത്രമായി ചില സൃഷ്ടികൾ കൊണ്ട് മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മാസ്മരീനിക പെർഫോമൻസിലുള്ള സാധനമൊക്കെ
സ്വപ്ന സുരേഷ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് താഴെ ഒരുപാട് നെഗറ്റീവും പോസിറ്റീവും നിറഞ്ഞ രീതിയിലാണ്. പ്രത്യേകിച്ച് സ്വപ്ന സുരേഷ് ഈ പോസ്റ്റ് ഇട്ടത് കൊണ്ട് തന്നെ നീ സ്വർണം കടത്തുകാരികളാടി, നീ എന്തിനാടി ഇതിൽ കയറി ഇടപെടുന്നത്, നിനക്കിതിൽ എന്താണ് പറയാനുള്ള വോയിസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് മെഴുകുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, അവർ സ്വർണ്ണക്കടത്ത എന്ത് കടത്ത ആവട്ടെ, അവർക്ക് പറയാനുള്ള ഒരു റൈറ്റ്സ് ഉണ്ട്. അവരുടെ അഭിപ്രായം അവർ വളരെ മാന്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇനിയിപ്പോൾ ആരും കയറി കിണ്ടി കൃഷി നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഇനി രേണു വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. ന്യൂ മൂവി ചേഞ്ച് പൂജയ്ക്ക് പോവാട്ടോ, നോക്കാം. റോസ് 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 അഴകാന റോസ് ദാ പീസ് 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 ഉണക്കേത്ത പീസുന്നാ തൂമായി മച്ചമേമാ 4ഉം 6ഉം അടിടാ നക്കാതെ செய்ய போற കണമൂട് കയ്യാല റോസ് 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 അഴകാന റോസ്. അങ്ങനെ പുതിയ സിനിമയുടെ പൂജയ്ക്കായിട്ടൊക്കെ രേണുസുതി പോവുകയാണ് സുഹൃത്തുക്കളെ. വളരെ നല്ലൊരു കാര്യം. പുതിയ സിനിമയൊക്കെ ചെയ്തിട്ട് ഏത് സിനിമ, എന്തൊരു സിനിമ, എവിടത്തെ സിനിമ ദൈവത്തിനറിയാം. കാണുമ്പോൾ അറിയാം, പോസ്റ്റർ കാണുമ്പോൾ അറിയാം എന്തോന്ന് സിനിമയെന്ന്. എന്തായാലും ബോൾഡ് ഫോട്ടോഷൂട്ടാണ് എൻ്റെ മെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് രേണുസുതി നടക്കുന്നുണ്ട്. ഒരു സ്ത്രീ ഒരിക്കലും ബോൾഡ് ആകുന്നത് ബോൾഡ് ഫോട്ടോഷൂട്ട് ചെയ്തിട്ടല്ല, അവളുടെ മനസ്സുകൊണ്ടും അവളുടെ പ്രവൃത്തി കൊണ്ടുമാണ് ബോൾഡ് ആവേണ്ട. അല്ലാതെ ശരീരത്തിലെ ഓരോ സ്ഥലത്ത് തുണി മാറ്റി കാണിക്കാൻ പാടില്ലാത്ത പലതും നാട്ടുകാരെ കാണിച്ചുകൊണ്ടും സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് നിറഞ്ഞ കുറെ നാറികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടിയുമല്ല ഒരു സ്ത്രീയും ഇവിടെ ബോൾഡ് ആകുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ എല്ലാവർക്കും കൊള്ളാം. അല്ലെങ്കിൽ ഖഞ്ഞാപിന്ന കേസെന്നേ ഞാൻ പറയത്തുള്ളൂ. രേണുവിനെ സപ്പോർട്ട് ചെയ്തും കൊണ്ട് ഒരു ചേച്ചി രംഗത്തുണ്ട്, കമന്റ് വായിക്കാം. ഈ തെറി പറയുന്ന സോ കോൾഡ് മാന്യദേഹങ്ങൾ എല്ലാവരും കൂടി ഈ കുട്ടിയുടെ അക്കൗണ്ടിൽ 1 കോടി രൂപ ഇട്ടിട്ട് അത് പബ്ലിക്കായി പോസ്റ്റ് ചെയ്തിട്ട് പറ, എന്തിനു നമ്മൾ പൈസ ഇടണം? എന്തിനു പൈസ ഇടണം? സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് സഹതാപത്തിന്റെ പേരിൽ ഒരു സംഘടന അടങ്ങുന്നവരടക്കം വീട് വരെ വെച്ചു കൊടുത്ത്. ഇനി ഉള്ള കാലം പോറ്റേണ്ട കാര്യമൊന്നുമില്ല. സ്റ്റാർ മാജിക്കിൽ ഷോ ഡയറക്ടർ പറയുന്നത് ജോലി വാഗ്ദാനം ചെയ്തു, പണിയെടുത്ത് ജീവിക്കാൻ വേണ്ടി ജോലി വാഗ്ദാനം ചെയ്തു. ജോലിക്ക് പോകാൻ പറ്റത്തില്ല, എനിക്ക് ഈ ഫോട്ടോഷൂട്ട് നടത്തി നാട്ടുകാരെ വായിരിക്കണം തള്ളക്കി വിളിയും കേട്ട് മുന്നോട്ട് പോയാലേ ഉറക്കം വരത്തുള്ളൂ. ഇനി എന്തെങ്കിലും പറയണ്ട ചാച്ചിക്ക്. അതുകൊണ്ട് 1 കോടി അങ്ങ് ഇട്ടുകൊടുക്കുക. ചുമ്മാ വാസിനിരിക്കില്ല നാട്ടുകാർ 1 കോടി അങ്ങ് ഇട്ടുകൊടുക്കുക. ഇവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പാവങ്ങൾ ഒരുപാട് പേരുണ്ട്, അവരെ സഹായിക്കട്ടെ ആദ്യം. ഞങ്ങൾ ഇത്രയും പണം കൊടുത്തിട്ടുണ്ട്, ഇവർ എന്തിനു പോയി അഭിനയിക്കാൻ എന്ന്. അവർ ഒന്നിലധികം ഭർത്താക്കന്മാർ ജീവിച്ചിരുന്നപ്പോൾ വ്യഭിചരിക്കാൻ പോയതല്ല. ബ്രെഡ് വൈനിന്റെ അഭാവത്താൽ അന്നത്തിനു വേണ്ടി അറിയാവുന്ന ജോലി ചെയ്ത് ജീവിക്കുന്നു. നാണം കെട്ട അഴിഞ്ഞാട്ടക്കാർ വന്ന് സ്വന്തം ജീവിതം കമന്റായി ഇടുന്നു. ഷെയിം ഓൺ യു ഓൾ. ശ്രീദേവി ആനന്ദ എന്തുവാ ചേച്ചി നിങ്ങൾ എന്താ പറയുന്നത്? അവിടെ ഇവിടെയും കുത്തും കോമയിട്ട് കുറേ അങ്ങും ഇങ്ങോട്ട് ഇമോജിയും കയറ്റി എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഒന്നും മനസ്സിലായില്ല. ആദ്യത്തെ ഡയലോഗ് മാത്രം മനസ്സിലായി, അതിനുള്ളതാണ് ഞാൻ തന്നിട്ടുള്ളത്. ഇനി മറ്റൊരു കമന്റ് വായിക്കാം. ഇപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നവർ മിക്കവരും ഇതുപോലെയുള്ള ഫോട്ടോസ് കാണാൻ ആഗ്രഹിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവർ മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ കൊള്ളാം. നല്ല കമന്റാ. അപ്പോൾ കുറച്ച് പേര് ചോദിക്കും, സിനിമയിൽ ആരും ഇങ്ങനെ അഭിനയിക്കുന്നില്ലേ എന്ന്. ഉണ്ട്, പക്ഷെ ഇങ്ങനെ അഭിനയിച്ച് അവരെ പോലെ ആവാൻ ശ്രമിക്കുമ്പോൾ ഇതൊക്കെ കാണുന്ന കുട്ടികളെ കൂടി ഓർക്കണം. നിങ്ങളെ കുറച്ച് ആളുകൾ നിങ്ങൾ പോലും അറിയാതെ മാർക്കറ്റ് ചെയ്യുന്നു എന്നും മാത്രം. പെട്ടുപോയാൽ സ്വയം വിചാരിച്ചാലും ഊരിപ്പോകാൻ പറ്റാത്ത ഒരു മേഖലയാണ്. സൂക്ഷിച്ചാൽ പിന്നീട് ദുഃഖിക്കാതിരിക്കുക. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത് പച്ചയ്ക്ക് അങ്ങ് പറയാം. രേണുസുതിയെ വെച്ചിട്ട് ഒരുപാട് ടീംസ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അത് അവരുടെ സ്ട്രാറ്റജിയാണ്. ഞാൻ അവരെ കുറ്റം പറയത്തില്ല. പക്ഷെ അവർ മാർക്കറ്റ് ചെയ്യാൻ വിളിച്ചോണ്ട് പോയിട്ട് അവർ പറയുന്നത് പോലെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങൾ എക്സ്പോസ് ചെയ്ത് തുണി അഴിച്ച് കാണിച്ച് വീഡിയോസ് എടുത്ത് നാളെ നിങ്ങളുടെ കരിയറിനെ ബാധിക്കും. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്താൽ സിനിമയിൽ ചാൻസ് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. പകരം നിങ്ങൾ ഇതുപോലത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വല്ല യസ്മ അങ്ങനത്തെ സീരീസിലൊക്കെ ചിലപ്പം ഓപ്പർച്യൂണിറ്റി കിട്ടും. അങ്ങനെയുള്ളവരൊക്കെ എടുക്കത്തുള്ളൂ. സ്ത്രീകൾ ഒരിക്കലും മാസ് കാണിക്കേണ്ട ശരീരത്തിൽ കിടക്കുന്ന തുണി ഊരി എറിഞ്ഞിട്ടല്ല, കഴിവുകൊണ്ട് പ്രാപ്തി കാണിച്ചു വേണം നേടാൻ. അല്ലാണ്ട് തുണി ഊരി ഇവിടെ ആർക്കും എന്ത് റീച്ചും ഉണ്ടാക്കാൻ സാധിക്കും. അതാദ്യം മനസ്സിലാക്കുക, മനസ്സിലാക്കി പെരുമാറാൻ ശ്രമിക്കുക. എന്റെ പൊന്നു ചേച്ചി നെഗറ്റീവ് ആണെന്ന് വിചാരിക്കരുത്. ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീയെ മറ്റൊരു സ്ത്രീ താഴ്ത്തുകയുമല്ല. കൊല്ലം സുധിയെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ്. ആ ഒരു ഇഷ്ടം ചേച്ചിയോടുമുണ്ട്. പക്ഷേ പക്വത കുറവ് കൊണ്ട് അതില്ലാതാക്കരുത്. 2 മക്കളുടെ അമ്മ ആയതുകൊണ്ട് പക്വത ഉണ്ടാവണമെന്നില്ല. അനുഭവങ്ങളിൽ നിന്നും ഉണ്ടാവേണ്ടതാണ് അത്. ഒന്നുമില്ലേലും 2 ആൺമക്കളല്ലേ വളർന്നു വരുന്നത്. നാളെ അവർ തള്ളിപ്പറയുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത്. പിന്നെ ചെയ്തതും ചെയ്യുന്നതും ഒക്കെ വെറുതെ ആകും. ഇവർ പറയുന്നതും എൻ്റെ മക്കൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ജീവിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണെന്ന്. നാളെ അവർ തന്നെ തള്ളിപ്പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാം സുധിച്ചേട്ടന് വേണ്ടി, എല്ലാം എനിക്ക് ജീവിക്കാൻ വേണ്ടി എന്ന് പറയുന്ന രേണുവിൻ്റെ അടുത്താണ് എനിക്ക് പറയാനുള്ള സ്റ്റാർ മാജിക്കിലെ ഡയറക്ടർ പറഞ്ഞിട്ടുള്ള ഇന്റർവ്യൂ കട്ട്.
ജോലി തന്നിട്ട് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. എന്തായാലും കൊള്ളാം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ വേണ്ടി പുതിയ വീഡിയോ ഇടണം. ബൈ.